കോൺഗ്രസിനെ ഏറെ പ്രതിസന്ധിയിലാക്കിയ ഒരു ആരോപണമാണ് മുൻ PCC അധ്യക്ഷൻ നവ്ജോത് സിംഗ് സിദ്ധുവിന്റെ ഭാര്യ നവ്ജോത് കൗർ നടത്തിയത്. 500 കോടി രൂപയുടെ സൂട്ട് കേസ് ഉണ്ടെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കാം എന്ന് വാഗ്ദാനം ലഭിച്ചതായാണ് നവ്ജോത് കൗർ കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയത്. ഇത് വലിയ തോതിൽ തന്നെ രാഷ്ട്രീയ പ്രതിയോഗികൾ ആയുധമാക്കുകയും കോൺഗ്രസ് ഈ വിഷയത്തിൽ പ്രതികരിക്കണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് നവ്ജോത് സിംഗ് കൗറിന് എതിരെ നടപടി, അവരെ സസ്പെൻഡ് ചെയ്യുന്ന തീരുമാനമുണ്ടായത്. അതേസമയം സിദ്ധു ഈ വിഷയത്തിൽ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. സിദ്ധുവിന്റെ ഭാഗത്തു നിന്നും പ്രതികരണം ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഈ വിഷയത്തിൽ കോൺഗ്രസിന്റെ PCC അധ്യക്ഷൻ അടക്കമുള്ളവർ പ്രതികരിച്ചിരിക്കുന്നു. ഹൈക്കമാൻഡാണ് ഈ വിഷയത്തിൽ മറുപടി പറയേണ്ടത് എന്നാണ് ഈ PCC അധ്യക്ഷൻ അമരീന്ദർ സിംഗ് ജവാറിംഗ് പ്രതികരിച്ചിരിക്കുന്നത്. കാരണം നവ്ജോത് സിംഗ് സിദ്ധു ഹൈക്കമാൻഡുമായി, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയുമായി ഏറെ അടുപ്പമുള്ള ഒരു നേതാവാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ പ്രാദേശിക നേതൃത്വം ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നില്ല എങ്കിൽ പോലും ഹൈക്കമാൻഡിന് വിഷയത്തിൽ നടപടിയെടുക്കേണ്ട സാഹചര്യം ഉണ്ടാകും. നിലവിൽ ഈ കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പിലെ കനത്ത തിരിച്ചടിക്ക് കാരണം നവ്ജോത് സിംഗ് സിദ്ധു PCC അധ്യക്ഷൻ എന്ന നിലയിൽ നടപ്പാക്കിയ നടപടികൾ, അദ്ദേഹം എടുത്ത തീരുമാനങ്ങൾ, സ്വന്തം സർക്കാരിനെതിരെ PCC അധ്യക്ഷൻ തന്നെ ആരോപണം ഉന്നയിച്ച സാഹചര്യം തുടങ്ങിയവയാണ് എന്ന വിലയിരുത്തൽ ഹൈക്കമാൻഡിന് ഉണ്ടായിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് തുടർന്ന് തെരഞ്ഞെടുപ്പിന് പിന്നാലെ തന്നെ സിദ്ധുവിനെ PCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് നീക്കുന്ന നടപടി ഉൾപ്പെടെ ഉണ്ടായത്. അതിനുശേഷം എന്നാൽ സിദ്ധു ഇപ്പോൾ സജീവമായി രാഷ്ട്രീയത്തിൽ ഇല്ല. എന്നാൽ സിദ്ധു സജീവമായി രാഷ്ട്രീയത്തിൽ ഇറങ്ങണമെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യവും നവ്ജോത് കൗർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിലവിൽ തന്നെ സംസ്ഥാനത്ത് 5 മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികൾ ഉണ്ട് എന്നും പാർട്ടി നേതൃത്വത്തിൽ തമ്മിലടിയുണ്ട് എന്നതടക്കമുള്ള ആരോപണങ്ങളാണ്. ശരി ബൽറാം, 500 കോടിയുടെ സൂട്ട് കേസ് ഉണ്ടെങ്കിൽ പഞ്ചാബിൽ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ കഴിയുമെന്നാണ് നവ്ജോത് സിംഗ് സിദ്ധുവിന്റെ ഭാര്യ വലിയ ഗുരുതര ആരോപണം ഉന്നയിച്ചത്. അതിന്